നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറം പകർച്ചപ്പനി ഭീതിയിൽ. ഈ വർഷം ജില്ലയിൽ പനിമരണം 14. ഡിഫ്തീരിയയ്ക്കും H1N1-നും പുറമെ ഡെങ്കിപ്പനിയും വ്യാപിക്കുന്നു. രാത്രി വൈകിയുള്ള ഫോൺ ഉപയോഗം കൌമാരക്കാരിൽ മാനസിക വൈകല്യം ഉണ്ടാക്കുന്നതായി പഠനം. ചുവന്നുള്ളി കഴിക്കുന്നത് അർബുദം തടയാൻ സഹായിക്കുമെന്ന് ഗവേഷകർ. മലപ്പുറം പകർച്ചപ്പനി ഭീതിയിൽ. പനി ബാധിച്ച് ഈ വർഷം 14 പേരാണ് ജില്ലയിൽ മരണപ്പെട്ടത്. ഡിഫ്തീരിയയ്ക്കും H1N1-നും പുറമെ ഡെങ്കിപ്പനി കൂടി വ്യാപിച്ചതോടെ ആശങ്കാജനകമാണ് മലപ്പുറത്തെ ആരോഗ്യമേഖല. ഡിഫ്തീരിയ, ഡെങ്കിപ്പനി, H1N1, മഞ്ഞപ്പിത്തം തുടങ്ങി മാരക പകർച്ചവ്യാധികളുടെ പിടിയിലാണ് മലപ്പുറം. ഈ വർഷത്തിൽ മാത്രം മഞ്ഞപ്പിത്തം ബാധിച്ച് 6 പേരും ഡെങ്കിപ്പനി ബാധിച്ച് 8 പേരും H1N1, ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് 2 പേരും മരിച്ചു. കഴിഞ്ഞ ദിവസമാണ് എടവണ്ണ കാരക്കുന്നിൽ ഡെങ്കിപ്പനി ബാധിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചത്. ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയ 896 പേരിൽ 100 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വൈറൽ പനി ബാധിച്ച് 45,767 പേർ വിവിധ ആശുപത്രികളിൽ ഈ വർഷം ചികിത്സ തേടി. ജൂണിൽ മാത്രം 13,868 പേരാണ് ചികിത്സ തേടിയത്. പരിമിതികൾക്കിടയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യസേന എന്ന് പറഞ്ഞിട്ട് ഓരോ പഞ്ചായത്തുകളിലും ഒരു പ്രത്യേക നിശ്ചിത വീടുകൾ 25 വീടുകളോളം ഒരു ഗ്രൂപ്പിന് കൊടുത്തിട്ട് അവർ നേരിട്ട് വീടുകളിലെത്തി അവരുടെ ഉറവിടങ്ങൾ കാണിച്ചു കൊടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുകയും അതോടൊപ്പം ആഴ്ചയിൽ അത് തുടരാനുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി പോലെ അതിനെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് ലെവലിൽ 25,000 രൂപ ആ വാർഡുകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീരദേശത്തും മലയോരത്തുമാണ് പകർച്ചപ്പനി വ്യാപകമായിട്ടുള്ളത്. ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം ജനങ്ങളും ജാഗ്രത പാലിച്ചാൽ മാത്രമേ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനാവൂ. അമൃത ന്യൂസ്, മലപ്പുറം. എന്ന വിഷയം തന്നെയാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ എമർജൻസി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് കുമാറാണ്. ഡോക്ടർ, സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, ഇപ്പോൾ മഴക്കാലമാണ്, പനിയുടെ ഒരു സീസൺ തന്നെയാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന പകർച്ചപ്പനികൾ എന്തെല്ലാമാണ്? നമ്മൾ സാധാരണ പകർച്ചപ്പനി എന്ന് മലയാളത്തിൽ പറയുമ്പോഴും അതിനെ ഉദ്ദേശിക്കുന്നത് വൈറൽ ഫീവറുകളാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പലതരം പനികളും കാണാറുണ്ട്. അത് ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, വൈറസ് കൊണ്ടുണ്ടാകും, ഫംഗസ് കൊണ്ടുണ്ടാകും, TB കൊണ്ടുണ്ടാകും. ഇതിലൊരു ഓർഗാനിസമാണ് വൈറസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ഓർഗാനിസമാണ് ബാക്ടീരിയ, വൈറസ് എന്ന് പറയുന്ന സാധനങ്ങൾ. അതിൽ വൈറസ് കാരണം ഉണ്ടാകുന്ന പനിക്കാണ് വൈറൽ ഫീവർ എന്ന് പറയുന്നത്. ഇത്തരം വൈറൽ ഫീവറുകൾ ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ സാധാരണമായി പടർന്നു പിടിക്കാറുണ്ട്. ബാക്ടീരിയകളും പകർച്ചപ്പനി ഉണ്ടാക്കാറുണ്ട്. ടൈഫോയിഡ് പോലെയുള്ള ബാക്ടീരിയകൾ പകർച്ചപ്പനി ഉണ്ടാക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ബാക്ടീരിയകൾ പകർച്ചപ്പനി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നാട്ടിൽ സാധാരണമായി കാണുന്നത് പകർച്ചപ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറസ് കാരണം ഉണ്ടാകുന്നതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ തുമ്മൽ, ജലദോഷം ഒന്നുണ്ടാകുന്ന പനി, അതൊരു പകർച്ചപ്പനിയാണ്. ടൈഫോയിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഒരു പകർച്ചപ്പനിയാണ്. ഡെങ്കി പോലെയുള്ള കൊതുകുകളിലൂടെ പകരുന്ന പനി, അതൊരു പകർച്ചപ്പനിയാണ്. ലെപ്റ്റോസ്പൈറ, എലികളിലൂടെ ഉണ്ടാകുന്ന എലിപ്പനി പോലത്തെ പനി ഒരു പകർച്ചപ്പനിയാണ്. എല്ലാം പകർച്ചപ്പനി തന്നെയാണ്. പക്ഷേ ജനറലി നമ്മൾ സംസാരിക്കുമ്പോൾ പകർച്ചപ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് വൈറസുകൾ കാരണം ഉണ്ടാകുന്ന വൈറൽ ഫീവർ എന്ന് പറയുന്ന പനിയാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ വൈറൽ ഫീവർ എന്നാൽ എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പനികൾക്ക് കാരണം ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, ഫംഗസ് ആകാം, ട്യൂബർക്കുലോസ് ആകാം, എലിപ്പനി ആകാം, അങ്ങനെ പല പനി. ഇതിൽ ഒരു ജീവിയാണ് വൈറസ് എന്ന് പറയുന്നത്. വൈറസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന, ബാക്ടീരിയ പോലെയല്ല, ഇതിന് വളരെ എളുപ്പത്തിൽ നമ്മുടെ തുമ്മലിലൂടെയോ തുമ്മുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമയ്ക്കുന്ന സമയത്തോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ എളുപ്പത്തിൽ പകരാൻ സാധിക്കുന്നു. ഈ വൈറൽ ഫീവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ ഒരാൾക്ക് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പടർന്നു പിടിക്കും. പക്ഷേ നേരെ മറിച്ച് ബാക്ടീരിയൽ ഫീവറോ അല്ലെങ്കിൽ TB ഒക്കെ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് പടർന്നു പിടിക്കുക. ഇത് 1-2 ദിവസം കൊണ്ട് ആ ഗ്രൂപ്പിലുള്ള ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഈ വൈറൽ ഫീവർ പടർന്നു പിടിക്കും. വൈറൽ ഫീവറിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് ഇങ്ങനെ പടർന്നു പിടിക്കുന്നത് തന്നെയാണ് വൈറൽ ഫീവറിന്റെ ലക്ഷണം. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റി ഒന്ന് പറയാമോ?
നമുക്ക് ഇപ്പോൾ ഏത് പനി വന്നാലും നമുക്ക് ആദ്യത്തെ 2 ദിവസം എന്ത് പനിയാണെന്ന് ഒരു ഡോക്ടർക്ക് അത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ക്ലിനിക്കൽ സിംറ്റംസ്, അതായത് രോഗിയുടെ രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അതൊരു വൈറസ് കൊണ്ട് ആണോ എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമാണ്. അതായത് ഉദാഹരണത്തിന് നമുക്ക് തുമ്മൽ വരുന്നു, തൊണ്ടവേദന വരുന്നു, തൊണ്ടയിൽ ചൊറിച്ചിൽ വരുന്നു, മൂക്കടപ്പ് വരുന്നു, ചുമ വരുന്നു. ഇതൊക്കെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ശ്വാസകോശത്തിന്റെ മുകളിലുള്ള ശ്വാസം വലിക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഇത് സാധാരണയായി കാണുന്നത് വൈറൽ ഫീവറിലാണ്. അപ്പോൾ ഏത് തരം വൈറൽ ഫീവർ ആയാലും തുമ്മൽ, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ട ചൊറിച്ചിൽ, തൊണ്ടവേദന ഇതൊക്കെ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ചെറിയ ചുമ ഉണ്ടാവുകയും ശക്തിയായ പനി 1-2 ദിവസം ഉണ്ടാവുകയും അത് കഴിഞ്ഞ് നടുവേദന, മസിൽ പെയിൻ ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ നിലയ്ക്ക് വൈറൽ ഫീവർ എന്നാണ് ഏതൊരാളും ചിന്തിക്കേണ്ടത്. ഒരു ഡോക്ടറും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുക. പക്ഷേ ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോൾ മാത്രമേ ശരിക്കും ഒരു പനിയുടെ പിക്ചർ ഏതൊരാൾക്കും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ആദ്യത്തെ 2 ദിവസം ഏത് പനിയും ഒരു വൈറൽ ഫീവർ പോലെ തന്നെ തോന്നുന്നതുകൊണ്ട് വൈറൽ ഫീവർ ആണ് എന്ന് പറയാൻ വേണ്ടി പലപ്പോഴും നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ച് മാത്രം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നിരുന്നാലും ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറൽ ഫീവറിന് അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ്, തൊണ്ടവേദന, തൊണ്ട ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ് ഇവ വളരെ സാധാരണമായി കാണുന്ന ലക്ഷണങ്ങളാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ വൈറൽ ഫീവറിനെ പറ്റി പറഞ്ഞു. ഈ H1N1 പനി എന്നാൽ എന്താണ്? നമ്മൾ വൈറൽ ഫീവറിനെ പറ്റി പറഞ്ഞു. വൈറസ് കാരണം ഉണ്ടാകുന്ന പനിയാണ് വൈറൽ ഫീവർ. ഈ ഒരു വൈറസിന്റെ ഒരു വകഭേദമാണ് ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്നത്. അതായത് റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ ശ്വാസകോശത്തെയോ അല്ലെങ്കിൽ തൊണ്ടയെയോ ഒക്കെ ബാധിക്കുന്ന ഒരു തരം വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലുവൻസ വൈറസിൽ ഒരു ഡേഞ്ചറസ് ആയ ഒരു വൈറസാണ് H1N1 എന്ന് പറയുന്ന വൈറസ്. അപ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാകുന്നു, തൊണ്ടവേദന ഉണ്ടാകുന്നു, തൊണ്ടയടപ്പ് ഉണ്ടാകുന്നു, മൂക്കൊലിപ്പ് ഉണ്ടാകുന്നു. ഇതൊക്കെ ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു അറ്റാക്കാണ്. അപ്പോൾ അതിലൊരു പ്രത്യേക തരം വൈറസാണ് H1N1 എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ സിംറ്റംസ്, അതായത് മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, തൊണ്ട ചൊറിച്ചിൽ, ചെറിയ ചുമ, നല്ല പനി, ശരീരം വേദന, ഇതെല്ലാം H1N1 വൈറസിലുണ്ടാവും. സാധാരണ വൈറൽ ഫീവറിന് വ്യത്യസ്തമായിട്ട് സാധാരണ ആൾക്കാരിൽ പ്രത്യേകിച്ചൊന്നും കാണാറില്ല. മിക്കവാറും എല്ലാവർക്കും എല്ലാ വൈറൽ ഫീവറിനും ഒരേ സിംറ്റമാണ് ഉണ്ടാവാറ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ H1N1 ഒരു രോഗലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും? നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് വൈറൽ ഫീവറുകൾ, H1N1 ഇതെല്ലാം ഒരേ രോഗലക്ഷണങ്ങൾ തന്നെ. അതായത് മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, തൊണ്ട ചൊറിച്ചിൽ, ചുമ, ഇതെല്ലാം എല്ലാ വൈറൽ ഫീവറിനും ഉണ്ടാകുമെങ്കിൽ H1N1 ഇത് കുറച്ചുകൂടെ സിവിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഒരു ചില പേഷ്യൻസ് ഒരാഴ്ചത്തെ ചുമയായി വന്ന് മിക്കവാറും എല്ലാവരും അത് കുറയും. പക്ഷേ H1N1 പോലുള്ള ചുമകളിൽ ഈ ചുമ 1-2 ആഴ്ച തുടർച്ചയായി നിൽക്കാനും അത് ചിലപ്പോൾ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ അത് ഈ ഇൻഫെക്ഷൻ ലങ്സിനകത്തെ, അതായത് ശ്വാസകോശത്തിനകത്തേക്ക് ഇറങ്ങി അവിടെ തകരാറുകളുണ്ടാക്കി അവിടെ ന്യൂമോണിയ പോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, H1N1 ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിൽ വളരെ ഒരു ചെറിയൊരു ശതമാനത്തിന് മാത്രമേ ഇതിന്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നുള്ളൂ. വലിയൊരു ശതമാനം, മെജോറിറ്റിയിലും ഇത് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു വൈറസാണ്. കുറച്ച് പനി ഉണ്ടാവുന്നു, മൂക്കൊലിപ്പ് ഉണ്ടാകുന്നു, തൊണ്ട ചൊറിച്ചിലുണ്ടാകുന്നു, തൊണ്ടവേദന ഉണ്ടാകുന്നു, ബാക്ക് പെയിൻ ഉണ്ടാകുന്നു, ചെറിയ ചുമ ഉണ്ടാകുന്നു. ഈ ചുമ പലപ്പോഴും 1-2 ആഴ്ച തുടർച്ചയായി നിന്നേക്കാം. അത് 1-2 ആഴ്ച നിൽക്കുന്നതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല. H1N1 ഒരു മാരക പനിയാണെന്ന് ചിന്തിക്കേണ്ടതില്ല. തുടക്കത്തിൽ തന്നെയാണ് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. അത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചുമ തുടർച്ചയായി നിന്നെന്ന് വിചാരിച്ചത് ന്യൂമോണിയ ആവില്ല. നമ്മൾ പലപ്പോഴും ന്യൂമോണിയ H1N1 കാണുന്നത് ആദ്യത്തെ ആഴ്ചകളിൽ തന്നെയാണ്. അതുകൊണ്ട് തുടർച്ചയായി ചുമ H1N1 ശേഷം ഉണ്ടായെന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു വലിയൊരു ശതമാനം ആൾക്കാരിലും H1N1 ശേഷം ലങ്സിനകത്ത് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഈ ചുമ 1-2 അല്ലെങ്കിൽ 3-4 ആഴ്ച തുടർച്ചയായി കാണുന്നുണ്ട്. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. ഡോക്ടർ, H1N1 ശ്വാസകോശത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ ഏത് വൈറൽ ഇൻഫെക്ഷൻ, അതായത് റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻ എടുത്താലും മിക്കവാറും എല്ലാവർക്കും ഒരു ചെറിയ ചുമയോ അല്ലെങ്കിൽ മൂക്കൊലിപ്പോ ജലദോഷമോ കൊണ്ട് അത് പലപ്പോഴും മാറിപ്പോവും. H1N1 അത് കുറച്ചുകൂടെ കാലം ചുമച്ചുകൊണ്ടിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതിന് വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ഇത് ലങ്സിനകത്ത് സിവിയർ ഇൻഫെക്ഷൻ, അതായത് ന്യൂമോണിയ പോലുള്ള സിംറ്റംസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റു വൈറൽ ഇൻഫെക്ഷനെ അപേക്ഷിച്ച്
കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് H1N1 വളരെ കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും ലങ്സിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും രോഗി ICUയിൽ അഡ്മിറ്റ് ചെയ്യുകയും ശ്വസനത്തിന് വേണ്ടി ചില മെഷീൻ്റെ സഹായം ആവശ്യമാവുകയും വരാറുണ്ട്. പക്ഷേ ഇതെല്ലാം വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് H1N1 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഉടനെ രോഗി മോശമാവുമെന്ന് ചിന്തിക്കേണ്ടതില്ല. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ഇത് ലങ്സിനകത്ത് തകരാറുണ്ടാക്കാനുള്ള ചാൻസും അതിന് തുടർച്ചയായി അവർ ICUയിൽ അഡ്മിറ്റ് ചെയ്യുകയോ വെന്റിലേറ്റർ മുതലായ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ശ്വസിക്കുകയോ ചെയ്യേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ദയവായി തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. പകർച്ചപ്പനി എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറെ, H1N1 വന്ന രോഗിക്ക് വെന്റിലേറ്ററിന്റെ സഹായം എപ്പോഴെങ്കിലും ആവശ്യമായി വരാറുണ്ടോ? H1N1 എന്ന് പറയുമ്പോഴൊക്കെ പലരും ചിന്തിക്കുന്ന എല്ലാ രോഗികൾക്കും വെന്റിലേറ്ററിന്റെ ആവശ്യം ഉണ്ടാവും എന്നുള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയൊരു ശതമാനം, ഒരു 1% മറ്റു ആൾക്കാർക്ക്, 0.1% ആൾക്കാർക്ക് ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് പ്രധാനമായി അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ബാധിക്കുന്ന ഒരു വൈറസാണ്. ചിലപ്പോൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഇൻഫെക്ഷൻ പോകാറുണ്ട്. അവിടെ ചെറിയ ചുമയൊക്കെ ആയിട്ട് പലരും 1-2 ആഴ്ച ചുമച്ച് ആ അസുഖം മാറാറുണ്ട്. പക്ഷേ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ലങ്സിനകത്ത്, ശ്വാസകോശത്തിനകത്ത് ഇൻഫെക്ഷൻ കൂടുകയും ന്യൂമോണിയ പോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ന്യൂമോണിയ പോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നവർക്ക് ചിലപ്പോൾ മിക്കവാറും നമ്മൾ വെന്റിലേറ്ററിന് പകരം ഉപയോഗിക്കുന്ന ബൈപാപ്പ് എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിക്കുക. അതായത് പുറമേ നിന്ന് ശക്തിയായി എയർ ഉള്ളിലേക്ക് തള്ളുന്ന ഒരു മെഷീൻ, അതിനാണ് ബൈപാപ്പ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാം. അത് ഫെയിലിയർ ആകണമെങ്കിൽ മാത്രമേ ഉള്ളൂ വെന്റിലേറ്ററിന്റെ സഹായം പലപ്പോഴും ആവശ്യം ഉണ്ടാവുകയുള്ളൂ. ഈ വെന്റിലേറ്ററിൽ ആക്കിയെന്ന് വിചാരിച്ച എല്ലാ പേഷ്യൻസും മോശമാകണം നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും രോഗിക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് വെന്റിലേറ്റർ ആക്കുന്നത്. ചിലപ്പോഴെല്ലാം വളരെ മോശമായ ശ്വാസകോശത്തിന്റെ കണ്ടീഷൻ കാരണവും വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് വിചാരിച്ച എല്ലാ രോഗികളും ബാഡ് ആവണമെന്നോ എല്ലാ രോഗികളും മരിക്കണമെന്നോ നിർബന്ധമില്ല. പക്ഷേ അതിലും വളരെ ചെറിയൊരു ശതമാനം മരണം സംഭവിക്കാനുള്ള ചാൻസുകളെല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും രോഗി ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് നമ്മൾ പുറത്തു നിന്ന് എയർ സപ്ലൈ ചെയ്ത് ശക്തിയായ എയർ കൊടുത്ത് രോഗിയുടെ ശ്വസിക്കാനുള്ള ഒരു സഹായിയാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വെന്റിലേറ്റർ ആക്കിയെന്ന് വിചാരിച്ച് എല്ലാ രോഗികളും മരണപ്പെടുമെന്ന് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വെന്റിലേറ്റർ ശ്വസിക്കാനുള്ള ഒരു സഹായി മാത്രമാണ്. ഡോക്ടർ, അപ്പോൾ ഈ H1N1 ചികിത്സ ലഭ്യമാണോ? സാധാരണ നിലക്ക് നമ്മൾ H1N1 എന്ന് പറയുന്നത് പലപ്പോഴും ചെറിയ മൂക്കൊലിപ്പ്, ജലദോഷം, തൊണ്ടവേദന, തൊണ്ട ചൊറിച്ചിൽ, ചുമ, ചെറിയ ചുമ, ഇങ്ങനെയൊക്കെ ആയി അത് ഒരു 1-2 ആഴ്ച ചുമച്ചതിന് ശേഷം സാധാരണ നിലക്ക് അത് മാറിപ്പോകാറുണ്ട്. ഇങ്ങനെയുള്ള ചുമയിൽ നമ്മൾ സപ്പോർട്ടീവ് തെറാപ്പി മാത്രം മതി. അതായത് നമ്മൾ ചുമ കുറയ്ക്കാനുള്ള മരുന്ന്, പനി കുറയ്ക്കാനുള്ള മരുന്ന്, അങ്ങനെയുള്ള മരുന്നുകൾ മാത്രം മതിയാവും. വളരെ ചെറിയൊരു ശതമാനം, അതായത് ഈ രോഗി അതികഠിനമായ സിംറ്റംസ് കാണിക്കുക, അതായത് അതിശക്തിയായ വേദന, പനി, അല്ലെങ്കിൽ സിവിയർ ലങ്സിനകത്തുള്ള വളരെ കൂടിയ ഇൻഫെക്ഷൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇതിന് മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷേ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ സൂക്ഷിച്ച് കഴിക്കേണ്ട മരുന്നാണ്. അനാവശ്യമായി കഴിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും H1N1 മരുന്നില്ലാതെ തന്നെ മാറുന്ന ഒരു അസുഖമായതുകൊണ്ട് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഈ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അനാവശ്യമായി നമുക്ക് മരുന്ന് എടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഈ മരുന്നുകൾക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എങ്കിലും ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് കഴിക്കുകയാണെങ്കിൽ അനാവശ്യമായി ഈ മരുന്നുകൾ നമ്മൾ എടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡോക്ടർ, ഈ H1N1 ഈ പനിയൊക്കെ വരുന്ന സമയത്ത് രോഗികൾ സ്വയം മരുന്ന് കഴിക്കാറുണ്ട്. ശരിക്കും അത് ശരിയായ ഒരു പ്രവണതയാണോ?
പലപ്പോഴും നമുക്ക് ഈ H1N1 അല്ലെങ്കിൽ വൈറൽ ഫീവർ, വൈറസ് കാരണം ഉണ്ടാകുന്ന പനി നമുക്ക് വരുന്ന സമയത്ത് രോഗികൾ പലപ്പോഴും മെഡിക്കൽ ഷോപ്പുകളിൽ പോയി ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മേടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ മുന്നേ ഒരു ഡോക്ടർ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്ത് ഈ പനിക്കും കഴിക്കുന്ന പ്രവണത പലപ്പോഴും വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, വൈറസ് എന്ന് പറയുന്ന സാധനത്തിന് ആൻറ്റിബയോട്ടിക് ഒരിക്കലും ഒരു മരുന്നല്ല. ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ബാക്ടീരിയകളെ കൊല്ലാനുള്ള ഒരു മരുന്നാണ്. വൈറസിന് ഒരിക്കലും ആൻറ്റിബയോട്ടിക്കുകൾ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം, അത് ഉപയോഗമില്ല എന്നുള്ള. വൈറൽ ഫീവറുകൾ ആൻറ്റിബയോട്ടിക് ഒരു കാരണവശാലും ഒരു ഉപയോഗമില്ല, വെറുതെ പൈസ കളയാൻ മാത്രമേ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് മനുഷ്യനെ എടുത്താലും അവരുടെ ശരീരത്തിൽ പലതരം ബാക്ടീരിയകൾ ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ടീരിയ എല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമെങ്കിൽ നമുക്ക് അവരെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ജന്മനാ ഉണ്ട്. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ബാക്ടീരിയ ഒക്കെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. അപ്പോൾ അനാവശ്യമായി ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ബാക്ടീരിയകളൊക്കെ നമ്മൾ മരുന്ന് ഉപയോഗിച്ച് ചെറിയ അളവിൽ കൊല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഈ ബാക്ടീരിയ എക്സ്പോസ് ചെയ്യാതെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശക്തി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് അനാവശ്യമായി കഴിക്കുന്നത് കാരണം ഈ ബാക്ടീരിയകളെല്ലാം ഈ ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻസ്, അതായത് പിന്നെ നമുക്ക് ശരിക്കും ഒരു പനി വന്നാൽ ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗമില്ലാതെ ആകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറൽ ഫീവറുകളിൽ പ്രത്യേകിച്ച് H1N1 ഇത്രയും ചുമയൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. പക്ഷേ അത് ഒരിക്കലും ഒരു വൈറസിനെയും കൊല്ലാൻ പോകുന്നില്ല. രണ്ടാമത്, നമ്മളിങ്ങനെ അനാവശ്യമായി ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ശരിക്കും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക്കുകളൊന്നും പലപ്പോഴും നമുക്കോ അല്ലെങ്കിൽ നമ്മളുടെ അതേ ജനറേഷനിലുള്ള ആൾക്കാർക്കോ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം പതുക്കെ ബാക്ടീരിയകൾ ഡെവലപ്പ് ചെയ്യും. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത്യാവശ്യമാണെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാവരും പഠിക്കേണ്ട ഒരു സംസ്കാരമാണ്. ആൻറ്റിബയോട്ടിക് കൾച്ചർ എന്ന് പറയുന്നത് ജനങ്ങൾക്കും ഡോക്ടർമാരും എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അനാവശ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്കുകൾ വർഷത്തോളം ഉപയോഗിക്കാൻ, മറ്റ് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, അനാവശ്യമായി ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന കാരണം പലപ്പോഴും അതെല്ലാം റെസിസ്റ്റൻസ് ആയി, മറ്റ് സാധാരണ ബാക്ടീരിയക്ക് പോലും റെസിസ്റ്റൻസ് ആയി മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാതെ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഡോക്ടറിനെ H1N1 വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്? H1N1 എന്ന് പറയുന്ന വൈറസ് നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ H1N1 ഉള്ള ഒരു രോഗിയെ കാണുന്നെന്ന് വിചാരിക്കുക. അയാൾ നമ്മുടെ മുന്നിൽ വെച്ച് തുമ്മുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ചുമക്കുന്നതും തുമ്മുമ്പോഴും തെറിക്കുന്ന ചെറിയ അല്ലെങ്കിൽ തുപ്പലോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നുള്ള എന്തെങ്കിലും തെറിക്കുന്ന സമയത്ത് അതിലൂടെ ഈ വൈറസ് ധാരാളം ലക്ഷക്കണക്കിന് വൈറസ് അന്തരീക്ഷത്തിലേക്ക് പകരും. ആ പകരുന്ന വൈറസ് നമ്മൾ ആ രോഗിയുടെ തൊട്ട് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്, ഒരാൾ തുമ്മുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് മൂക്ക് തുടയ്ക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം മറ്റൊരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി തൊടുകയോ ചെയ്താൽ അവിടെ വന്ന് തൊടുന്ന ഒരാൾക്ക് അയാളുടെ ഹാൻഡിലേക്ക് ഈ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും അവിടുന്ന് അദ്ദേഹത്തിന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വന്ന ആൾക്കാർക്കാണ് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനുള്ള ശ്രദ്ധ കൂടുതൽ വേണ്ടത്. അതായത് വരാതിരിക്കാൻ നമുക്ക് വലുതായി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ തിരക്കുള്ള റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും പലർക്കും H1N1 ഉണ്ടാകും. അത് നമ്മളിലേക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഓൾറെഡി ഇങ്ങനെ വൈറൽ ഫീവർ ഉള്ളവർ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക. അവരൊരു ടവൽ ഉപയോഗിച്ച് ഈ തുമ്മുന്നതും ചുമക്കുന്നതും അന്തരീക്ഷത്തിലേക്ക് പകരാതിരിക്കാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ ഓരോ തുമ്മലിനും ചുമയ്ക്കും ശേഷം കൈ നല്ലപോലെ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. പൂർണ്ണമായി റെസ്റ്റ് എടുക്കുക. അതായത് നമ്മളൊരു ഇങ്ങനെയുള്ള പനി വന്ന ശേഷം സ്കൂളുകളിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ പോകുമ്പോൾ അവിടെയുള്ളവർക്കെല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുത്ത് റൂമിനകത്തിരിക്കുകയാണെങ്കിൽ അത്രയും ആൾക്കാർക്ക് നമുക്ക് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. വന്ന ആൾ വളരെ ശ്രദ്ധിച്ച് മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഐസൊലേഷൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 1, 2, 3 ദിവസം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിൻ്റെ വ്യാപകമായ പകർച്ച നമുക്ക് തടയാൻ പറ്റും. ഡോക്ടറെ, H1N1 മറ്റ് പനികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ H1N1 എന്ന് പറയുന്ന വൈറൽ ഫീവർ ആദ്യത്തെ 2-3 ദിവസം മറ്റ് പനികളിൽ നിന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. രോഗിക്ക്, പ്രത്യേകിച്ചും മെഡിക്കൽ നോളജ് ഇല്ലാത്ത ഒരു രോഗിക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും ഒരു ഡോക്ടർക്ക് ഈ രോഗിയെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വൈറൽ ഫീവർ ആണെന്ന് പറയാൻ വളരെ എളുപ്പം കഴിയും. വൈറൽ ഫീവറിന് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് മൂക്കൊലിപ്പ്, ജലദോഷം, തൊണ്ടവേദന,
തൊണ്ട ചൊറിച്ചിൽ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് എല്ലാ വൈറൽ ഫീവറിലും കാണും. അപ്പോൾ ഏത് വൈറൽ ഫീവറിനെ പോലെ തന്നെയാണ് H1N1, അതിനും ഇതേ സിംറ്റംസ് ഉണ്ടാവും. മറ്റു പനികൾ, അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഡെങ്കിപ്പനിയിൽ സാധാരണ ഇത്തരം സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അതിശക്തിയായ വേദന, നടുവേദന, അതിശക്തിയായ പനി, ഇതൊക്കെ ഡെങ്കിപ്പനിയിൽ വളരെ കൂടുതലാണ്. എലിപ്പനിയിലും അതേപോലെ ഈ തൊണ്ട ചൊറിച്ചിൽ, തൊണ്ടവേദന അങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും കാണാറില്ല. അവരിൽ അതിശക്തിയായ വേദന, നടുവേദന, മസിൽ പെയിൻ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണും. ചിലപ്പോൾ ജോണ്ടിസ്, ചെറിയ കണ്ണിന് മഞ്ഞ നിറം, ഇതൊക്കെ എലിപ്പനിയിലും കാണാം. ടൈഫോയിഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കാരണം വരുന്ന ഒരു തരം പനി നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. അതിന് ഇതേപോലെ അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ് ഒന്നും കാണാറില്ല. അവർക്ക് പലപ്പോഴും വയറ് സംബന്ധമായ, അതായത് വയറുവേദന, വയറിളക്കം മുതലായ രോഗങ്ങൾ അവർക്ക് വളരെ കൂടുതലും, അവർക്കും അതിശക്തിയായ പനി. അപ്പോൾ മറ്റ് പനികളിൽ നിന്ന് വൈറൽ ഫീവറിനെ വ്യത്യസ്തമാക്കുന്നത് അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ്, അതായത് തുമ്മൽ, ജലദോഷം, തൊണ്ടവേദന, തൊണ്ട ചൊറിച്ചിൽ, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇതൊരു വൈറൽ ഫീവർ ആണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ ചികിത്സയൊന്നും വേണ്ട, പൂർണ്ണമായ റെസ്റ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ല ചികിത്സ. അപ്പോൾ ഈ H1N1 വാക്സിൻ ലഭ്യമാണോ? H1N1 എല്ലാ വർഷവും വാക്സിൻ എടുക്കേണ്ട, അതായത് നമ്മൾ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാർക്ക് എല്ലാ വർഷവും വാക്സിൻസ് അവൈലബിൾ ആണ്. ഓരോ വർഷവും പുതിയ പുതിയ ബാച്ച് വാക്സിൻ ആണ് വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വളരെ പഴയ വാക്സിൻ എടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ആ വാക്സിൻ ഓരോ ബാച്ച് ഇറങ്ങുന്ന സമയത്ത് തന്നെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഗുണം കിട്ടുകയുള്ളൂ. എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും കൃത്യസമയത്ത് തന്നെ എടുക്കുക. അതും ഈ ബാച്ചുകൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ എടുക്കുക. ആ ബാച്ച് അവസാനത്തേക്ക് പോയിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ബാച്ച് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ H1N1 ഇൻഫെക്ഷൻ കുറയ്ക്കാനും അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ കുറയ്ക്കാനും പറ്റും. എന്നിരുന്നാലും ഈ വാക്സിൻ എന്ന് പറയുന്നത് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ തരുന്നതല്ല. വാക്സിൻ എന്ന് പറയുന്നത് ഈ വൈറസിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയും അതിനെതിരെ നമ്മുടെ ശരീരത്തിൽ ഒരു ആന്റിബോഡി ഫോം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒറിജിനൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ ആന്റിബോഡീസ് പെട്ടെന്ന് തന്നെ ആ വൈറസിനെ കീഴ്പ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് ഈ വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ എടുത്തെന്ന് വിചാരിച്ച് പൂർണ്ണമായും ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കരുത്. നമ്മളെപ്പോഴും ഈ ഇത്തരം രോഗികളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ 100% ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. പകർച്ചപ്പനി എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ എമർജൻസി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് കുമാറാണ്. ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള. ഉണ്ട്, സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. ചുവന്നുള്ളി കഴിക്കുന്നത് അർബുദം തടയാൻ സഹായിക്കുമെന്ന് പഠനം. കാനഡയിലെ ഗുവേൽ സർവകലാശാലയിലെ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ഉൾപ്പെട്ട പഠനത്തിലാണ് ചുവന്നുള്ളി അർബുദ കോശങ്ങളെ നശിപ്പിക്കുമെന്ന് തെളിഞ്ഞത്. ഒരിനം ഫ്ലവനോയിഡായ ക്യുവർസെറ്റിൻ ഉള്ളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും നിറം നൽകുന്ന വസ്തുവായ ആന്തോസയാനിനും ചുവന്നുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. ചുവന്ന ഉള്ളി കടും നിറത്തിലുള്ളതിനായതിനാൽ അവയ്ക്ക് അർബുദ പ്രതിരോധ ശക്തിയും കൂടും. അർബുദ കോശങ്ങളെ നശിപ്പിക്കുന്നതിൽ ഉള്ളി മികച്ചു നിൽക്കുന്നുവെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഗുവേൽഫ സർവകലാശാലയിലെ പോസ്റ്റ് ഡോക്ടറൽ വിദ്യാർത്ഥിയായ അബ്ദുൾ മോനം മുരയൻ പറഞ്ഞു. അർബുദ കോശങ്ങളുടെ വളർച്ച തടയാനും അർബുദ കോശങ്ങളിലെ കോശമരണത്തിലേക്ക് നയിക്കാനും ഉള്ളിക്ക് കഴിയുമെന്ന് തെളിഞ്ഞു. സ്തനാർബുദ കോശങ്ങളെ നശിപ്പിക്കുന്നതിനും ഉള്ളി ഫലപ്രദമാണ് എന്ന് അടുത്തിടെ നടന്ന പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കൌമാരക്കാരുടെ മാനസികാരോഗ്യം ക്ഷയിച്ച് വൈകല്യമുണ്ടാകുന്നതായി പുതിയ പഠനം. ഗ്രിഫിത്ത്, മർഡോക്ക് സർവകലാശാലകളിലെ ഗവേഷകർ നടത്തിയ പഠനമാണ് രാത്രി വൈകിയുള്ള ഫോൺ ഉപയോഗത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നത്. 4 വർഷത്തിലധികമായി ഓസ്ട്രേലിയയിലെ 29 സ്കൂളുകളിലെ 1100 കൌമാരക്കാരുടെ രാത്രി മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചും ഇതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഗവേഷകർ പഠനം നടത്തി. രാത്രി വളരെ വൈകിയുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗം ഉറക്കത്തിന്റെ ശേഷിയെ നേരിട്ട് നശിപ്പിക്കുന്നതായി അവർ കണ്ടെത്തി. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും.
മലപ്പുറം പകർച്ചപ്പനി ഭീതിയിൽ ഈ വർഷം ജില്ലയിൽ പനിമരണം 14. ഡിഫ്തീരിയയ്ക്കും H1N1 പുറമെ ഡെങ്കിപ്പനിയും വ്യാപിക്കുന്നു. രാത്രി വൈകിയുള്ള ഫോൺ ഉപയോഗം കൌമാരക്കാരിൽ മാനസിക വൈകല്യം ഉണ്ടാക്കുന്നതായി പഠനം. ചുവന്നുള്ളി കഴിക്കുന്നത് അർബുദം തടയാൻ സഹായിക്കുമെന്ന് പഠനം. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amruthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amruthatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.